ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യയുടെ ആളുകളിൽ ഒരാള് ശ്യാമയുടെ തോളിൽ കയറി പിടിക്കുകയും ശ്യാമ അയാളെ ദേഷ്യത്തോടെ നോക്കി കൈയെടുക്കാൻ പറയുകയും ചെയ്യുന്നു. എന്നിട്ടും അയാൾ കൈയെടുക്കുന്നില്ല. തുടർന്ന് ശ്യാമ അയാളുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മാനേജരും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് വരുന്നു. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇവര് ഞങ്ങളോട് അപമര്യാദയെ പെരുമാറാൻ ശ്രമിച്ചെന്ന് ശ്യാമ പറയുകയാണ്. തുടർന്ന് മാനേജരും മറ്റൊരു സ്റ്റാഫും ചേർന്ന് അവരെ പിടിച്ചു വെക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം പോലീസ് വരികയും അവരെ രണ്ടിനെയും ജീപ്പിൽ കയറ്റുകയും ചെയ്യുന്നു. ശ്യാമയും അശ്വതിയും കൂടി ജീപ്പിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ്, നിങ്ങളും കൂടെ കയറണം. അത് പിന്നെ ഞങ്ങൾ എന്തിനാ, ഞങ്ങള് പർച്ചേസ് ചെയ്യാൻ വന്നതാണെന്ന് ശ്യാമ പറയുമ്പോൾ അതൊന്നും പറ്റില്ലെന്നും നിങ്ങൾ എന്താണെങ്കിലും കയറണമെന്നും പറഞ്ഞുകൊണ്ട് അവര് ശ്യാമയും അശ്വതിയും നിർബന്ധപൂർവ്വം ജീപ്പിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ ജീപ്പിലേക്ക് കയറിയതിനു ശേഷമാണ് ശ്യാമ വണ്ടിയുടെ ഫ്രണ്ടിലുള്ളത് ജയേഷ് ആണെന്ന് കാണുന്നത്. ജയേഷിനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമയും അശ്വതിയും. തുടർന്ന് അശ്വതി ഭയത്തോടെ ശ്യാമയെ പിടിക്കുമ്പോൾ ശ്യാമ കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവർ സ്റ്റേഷനിലെത്തുമ്പോൾ ഐശ്വര്യയുടെ ആളുകളെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് ജയേഷ്. ഇതൊക്കെ കണ്ട് പേടിയോടെ നിൽക്കുകയാണ് ശ്യാമയും അശ്വതിയും. സർ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, അവരെ വിട്ടേക്കെന്ന് ശ്യാമ പറയുമ്പോൾ അതൊന്നും പറ്റില്ലെന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അത് പോലീസ് കേസ് എടുക്കേണ്ടതാണെന്നും ജയേഷ് പറയുന്നു. അപ്പോഴാണ് ജയേഷ് ശ്യാമയുടെ കൂടെയുള്ള അശ്വതിയെ ശ്രദ്ധിക്കുന്നത്. നടന്ന കാര്യങ്ങളെല്ലാം നീ പറയണ്ട, ഇവള് പറയട്ടെ എന്ന് അശ്വതിയെ നോക്കിക്കൊണ്ട് ജയേഷ് പറയുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് അശ്വതി. നീ ആരാണെന്ന് ജയേഷ് ചോദിക്കുമ്പോൾ ശ്യാമയുടെ ഫ്രണ്ടാണെന്ന് അശ്വതി പറയുന്നു. സർ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ലെന്ന് ശ്യാമ വീണ്ടും പറയുമ്പോൾ ഐശ്വര്യയുടെ ആളുകൾ പറയുകയാണ്, സർ, ഞങ്ങൾ ഇവരോട് മാപ്പ് ചോദിച്ചോളാം, ഫോണിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റും ചെയ്യാം, ഞങ്ങളെ വെറുതെ വിടണം എന്നൊക്കെ അവർ പറയുമ്പോൾ ജയേഷ് പറയുകയാണ്, നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ പരാതി, ഒരു കാര്യം ചെയ്, ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോയിക്കോ. അങ്ങനെ ജയേഷിന്റെ മുമ്പിൽ നിന്ന് തന്നെ അവര് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും അവരെ ജയേഷ് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ശ്യാമയും അശ്വതിയും കൂടി ഇറങ്ങാൻ നേരമാണ് ജയേഷ് പറയുന്നത്, ഇവളുടെ കണ്ണു കണ്ടിട്ട് ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ശ്യാമയും അശ്വതിയും അവിടെ പിടിച്ചു നിർത്തുകയാണ് ജയേഷ്. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ജയേഷ് പറയുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ സ്റ്റേഷനിൽ വന്നിട്ടില്ലെന്ന് അശ്വതി പറയുന്നു. സ്റ്റേഷനിലല്ല, ഞാൻ എവിടെയോ ഇയാളെ കണ്ടിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ശ്യാമയും അശ്വതിയും ഞെട്ടലോടെ നിൽക്കുകയാണ്. അതേസമയം എവിടെയോ ഒരു ആക്സിഡന്റ് നടന്നെന്നും എത്രയും പെട്ടെന്ന് ചെല്ലണമെന്നും കോൺസ്റ്റബിൾ പറയുമ്പോൾ ജയേഷ് അവരുടെ ഒപ്പം പോകുന്നു. ഇത് കാണുന്ന ശ്യാമയ്ക്കും അശ്വതിക്കും സമാധാനമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യ ആ ഗുണ്ടകളെ വിളിച്ച് ചീത്ത പറയുന്നതാണ് കാണിക്കുന്നത്. നിന്നെ ഒന്നുകൊണ്ട് ഒരു കാശിനും കൊള്ളില്ലെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് അരുൺ. ഒരു ബിസിനസ്സുകാരിയാണ് ഞാൻ ചെലവാക്കുന്ന പണത്തിനൊക്കെ മൂല്യമുള്ളതാ, എല്ലാം നിങ്ങൾ തകർത്ത് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ തിരിയും. കാണുന്നത് ഐശ്വര്യ തന്നെ നോക്കി നിൽക്കുന്നതാണ്. ഇത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ. നിന്നെയൊക്കെ ഞാൻ ശരിക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഐശ്വര്യ കോൾ കട്ട് ചെയ്യുന്നു. നിന്റെ അച്ഛനും അമ്മയ്ക്കും ലക്ഷങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ചോദിച്ച പോരായിരുന്നു, ഇങ്ങനെ എന്തിനാ തട്ടിപ്പ് കാണിച്ചതെന്ന് അരുൺ ഐശ്വര്യയോട് ചോദിക്കുന്നു. നിങ്ങളുടെ രൂപം മോഷ്ടിച്ച് അവർക്ക് കൊടുക്കാനല്ല അവരെന്നെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്, പിന്നെ സഹകരണ സംഘത്തിന് അടയ്ക്കാനുള്ള ആ ലക്ഷങ്ങളുടെ തുക എവിടെ പോയെന്ന് അരുൺ ചോദിക്കുന്നു. അത് കുറെ മുമ്പേ കഴിഞ്ഞ കാര്യമാ അരുൺ, ഇനി അത് കുത്തിപ്പൊക്കാൻ നിൽക്കണ്ട. ഞാൻ ചോദിക്കും, എനിക്കറിയണം നീ ആ ലക്ഷങ്ങളെടുത്ത് എന്ത് ചെയ്തെന്ന്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്കും അരുൺ സത്യം തന്നെ പറയണം. ദേ ഐശ്വര്യെ, നീ കൂടുതൽ ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട, ഇത് നമ്മളുടെ കുടുംബത്തെ മുഴുവനായി ബാധിക്കുന്ന കാര്യമാണ്. ബിസിനസ് ആവുമ്പോൾ അങ്ങനെയൊക്കെയാ, ലാഭവും നഷ്ടവും ഒക്കെ മാറി മാറി വരും. ദേ ഐശ്വര്യെ, നീ എന്റെ ഭാര്യയാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാ അവര് ഇത് വലിയ ഇഷ്യൂ ആക്കാതിരുന്നത്. പക്ഷേ അതിന്റെ നാണക്കേട് എനിക്ക് കൂടിയാ. ഇനിയെങ്കിലും നീ സത്യം പറ, ആ പൈസ എടുത്ത് നീ എന്ത് ചെയ്ത്? എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കട്ടെ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ഐശ്വര്യയുടെ കയ്യിൽ ബലമായി പിടിച്ച് നിർത്തുകയാണ് അരുൺ. സത്യം പറയാതെ നീ ഇന്നുറങ്ങില്ല. തുടർന്ന് അരുൺ ഐശ്വര്യയെ തല്ലാനായി കൈ ഉയർത്തുമ്പോ അങ്ങോട്ടേക്ക് വരുന്ന ശ്രീകുട്ടി പറയുകയാണ്, അങ്കിളെ തല്ലല്ലേ, നിനക്കെന്താ ഇവിടെ കാര്യം, ഇറങ്ങിപ്പോടിയെന്ന് ഐശ്വര്യ പറയുന്നു. മോളോട് അരുണും പോകാൻ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എല്ലാം കൂടി എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് പറഞ്ഞോ ആ കാശെടുത്ത് നീ എന്താ ചെയ്തതെന്ന് അരുൺ വീണ്ടും ഐശ്വര്യയോട് ചോദിക്കുന്നു. അതേസമയം അരുണിന്റെ ഫോണിലേക്ക് അശ്വതിയുടെ കോള് വരുമ്പോൾ ഐശ്വര്യ തട്ടിമാറ്റി അരുൺ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കോൾ എടുക്കുമ്പോൾ അശ്വതി ചോദിക്കുകയാണ്, അരുൺ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നാളത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ബി. ഞാൻ എനിക്കിഷ്ടമുള്ള പെണ്ണിനെ താലി ചാർത്തിയ ദിവസമാണ്. അപ്പോൾ അരുണിന് എല്ലാം ഓർമ്മയുണ്ടോ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ എല്ലാം ഓർമ്മയുണ്ടെന്ന് അരുണും പറയുന്നു. തുടർന്ന് പഴയ കോളേജ് കാലത്തെ കാര്യങ്ങളെല്ലാം അവർ പറയുകയാണ്.
നാളെ എന്താണെങ്കിലും ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. നമ്മുടെ വിവാഹ വാർഷികം നമുക്ക് അടിച്ചു പൊളിക്കണം. ഞാൻ അരുണിന് ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് അശ്വതി പറയുമ്പോൾ അരുൺ പറയുകയാണ്, എന്ത് ഗിഫ്റ്റാ? പറയടി അബി. അതേസമയം ഇത് കേട്ടുകൊണ്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് വരുന്നു. പെട്ടെന്ന് ഐശ്വര്യയെ കാണുമ്പോൾ അരുൺ കോള് കട്ട് ചെയ്യുകയാണ്. അരുൺ അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ഐശ്വര്യ അരുണിനെ തടഞ്ഞു നിർത്തുന്നു. അരുൺ അവിടെ നിൽക്ക്. അരുൺ ഇപ്പോ ഏത് പെണ്ണിനെ വിളിച്ചത്? അത് പറഞ്ഞിട്ട് പോയാ മതി. പെണ്ണോ, നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞ് അരുൺ അവിടുന്ന് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്ന് തന്നെ അച്ഛനോടും അമ്മയോടും പറയണം. പിന്നീട് കാണിക്കുന്നത് അരുൺ ശ്രീകുട്ടിക്ക് നാളെ അശ്വതിയെ കാണാൻ പോകാമെന്ന് വാക്ക് കൊടുക്കുന്നതാണ്. ഇത് കേൾക്കുന്ന മോൾക്ക് സന്തോഷമാവുകയും അരുണിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ്. നാളത്തെ വിവാഹ വാർഷിക ആഘോഷങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അശ്വതി. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഓഫീസിലെ നഷ്ടങ്ങളെല്ലാം വീട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ആദ്യം അമൃതയും വസുന്ധരയും വർമ്മയും കൂടി. അതേസമയം ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് ഐശ്വര്യ വരുമ്പോൾ എല്ലാവരും ഐശ്വര്യയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.